വണ്ടിപ്രിയ ഗ്രാമ്പി രാജമുടിയിൽ കഴിഞ്ഞ ദിവസം ചത്ത നിലയിൽ കണ്ടെത്തിയ പെൺകടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തി വിഷമുള്ളിൽ ചെന്നതായി പ്രാഥമിക നിഗമനം. ആന്തരികാവയവങ്ങളുടെ വിശദമായ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. കടുവ 1 മാസം ഗർഭിണിയായിരുന്നു. മരണത്തിൽ വ്യക്തവരുത്താൻ ആന്തരികാവയവങ്ങൾ എറണാകുളത്തെ റീജിയണൽ കെമിക്കൽ ലാബിലേക്ക് അയച്ചു. ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂവെന്ന് കോട്ടയം DFO N രാജേഷ് പറഞ്ഞു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയായതിനു ശേഷം മറ്റ് ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്ക് നമ്മൾ അയക്കാറുണ്ട്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ കൂടി പൂർത്തിയായതിനു ശേഷം ഒരുപക്ഷെ കൃത്യമായിട്ട് നമുക്ക് മരണകാരണം നിശ്ചയിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് ഒരു മുറിവ്, അതിനകത്ത് ശരീരത്തിന് പുറമേ യാതൊരുവിധ മുറിവുകളോ അങ്ങനെയൊന്നും കാണുന്നില്ല അതിനകത്ത്. അപ്പോൾ ഇത് പുറമേ വരാനുണ്ടായ സാഹചര്യം നമ്മൾ ജസ്റ്റ് പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറമേ വരാനുണ്ടായ സാഹചര്യം കൂടി ഇതിൻ്റെ കൂടെ പരിശോധിക്കുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് അനുലാസം സ്വദേശിയുടെ പറമ്പിൽ 5 വയസ്സുള്ള കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. NDCയുടെ ഗൈഡൻസ് പ്രകാരം അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി സർജൻമാരായ ഡോക്ടർ R അനുരാജ്, ഡോക്ടർ B അനുമോദ് എന്നിവരടങ്ങിയ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഇടുക്കി വിഷൻ, കുമളി.